ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മലയാളി ഫ്രം ഇന്ത്യ. എനിക്ക് ഈ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ദുബായിൽ ഒക്കെ ഉള്ളവർ കുറേ പേര് പറയണത്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാരും പറയുന്നുണ്ട്, ചില മലയാളികളും പറയാറുണ്ട് കേട്ടോ. ഒരു മലയാളിയുടെ അടുത്ത് ഇങ്ങനെ എവിടെ നിന്നും ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കേരളം എന്ന് മാത്രമേ ഉള്ളൂ, ഇന്ത്യ എന്ന് പറയാറില്ല. ഇങ്ങനെയൊക്കെ കുറേ ചൊറി ഡയലോഗ്. സത്യം പറഞ്ഞൊരു സായിപ്പ് അല്ലെങ്കിൽ അത് വേറൊരു നാഷണാലിറ്റി വന്ന് നമ്മൾ ചോദിക്കുകയാണ്, വേർ ആർ യു ഫ്രം? അപ്പം നമ്മൾ പറയും ഇന്ത്യ എന്ന് തന്നെ പറയുള്ളൂ, അല്ലാതെ കേരള എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആരെങ്കിലും പറയുമെന്ന്. ഇന്ത്യക്കാരൻ ലുക്കുള്ള ഒരുത്തം വന്നിട്ട് വേറെ അറിയൂ ഫ്രം എന്ന് ചോദിക്കാം, നമ്മൾ പറയും കേരള. അവൻ്റെ അടുത്ത് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവൻ ഒരുമാതിരി പുച്ഛിച്ചിട്ട് അരെ ഭായ് നമുക്കറിയാം ഇന്ത്യാസേ കഹാസേ എന്നൊക്കെ ചോദിക്കുക. അപ്പം നമ്മൾ പറയും കേരള എന്ന്. അത് ഒഴിവാക്കാനാണ് ആദ്യമേ കേരള എന്നാണ്. നമുക്ക് ഒരാളെ കാണുമ്പോൾ എത്തിനിസിറ്റിയൊക്കെ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, എന്നാലും കാണുമ്പോൾ മനസ്സിലാവില്ലടേ ഒരു ഇന്ത്യക്കാരനാണോ അല്ലേ എന്ന്. അതുകൊണ്ട് പറഞ്ഞു വേണം. എന്തിനാണെങ്കിൽ അങ്ങനെ കുറേ ചൊറിയുള്ളവർക്ക് പോലെ ചൊറിയുള്ള വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, വർഗീയത പറയുന്ന കിടിലങ്ങൾ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ക്വിറ്റ് ഇന്ത്യ, പോടാ പാകിസ്ഥാനിലോട്ട്. പിന്നെയുള്ള ഡയലോഗ് പിന്നെ കുറേ ഉണ്ട്. അങ്ങനെ എൻ്റെ ദൈവം, എനിക്ക് ഈ ലോകത്തിൽ ഈ മറ്റേ ഒന്നും പറയല്ലോ, മറ്റേ ഈ നിപ്പിൽ ഇവന്മാരെയൊക്കെ ഏതെങ്കിലും മൂണിലോ മാർസിലൊക്കെ കൊണ്ട് ഇടാൻ ആരെങ്കിലും താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന പേര് ഇവന്മാരാണ്, ഈ വർഗീയത പറയണവന്മാരാണ്. അത് ഏത് റിലീജിയൻ പറഞ്ഞാലും എനിക്കിഷ്ടമല്ല. ഒരാളെ റിലീജിയൻ്റെ പേരിലൊക്കെ മാറ്റി വെരി ബാഡ്, വെരി കൂള. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ്, നിവിൻപോളിയും ഡയനും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒരുമാതിരി ആടുജീവിതം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ സിനിമയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ആവറേജ് അനുഭവമാണ് ഈ സിനിമ തന്നത്. അതായത് ഒരു 2.5 മണിക്കൂർ പടത്തിൻ്റെ ഇടയിൽ കുറച്ച് നല്ല സാധനങ്ങളുണ്ട്. ഒരു ഷൈൻ ടോം ചാക്കോ ഒരു സീനുണ്ട്, സൂപ്പർ. ഷൈൻ ടോം ചാക്കോ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സൂപ്പറായിരുന്നു ആ സീൻ. എനിക്ക് ഭയങ്കര, ഞാൻ ഒരുപാട് ചിരിച്ചത്. മഞ്ജു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സലീം കുമാർ ഏട്ടൻ്റെ ഒരു സാധനമുണ്ട്, അത് അടിപൊളിയാണ്. ഒരു തെയ്യം പുള്ളിയുടെ ഒരു സീനുണ്ട്, അത് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പം കുറച്ച് സാധനങ്ങളുണ്ട്. അവസാനം മലാല യൂസഫ് അതൊക്കെ വിട്. അങ്ങനെ അത്രയും ഇങ്ങനത്തെ ഒരു പടത്തിൽ കുറച്ച് ഭാഗങ്ങൾ, ആ സിനിമയുടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല സാധനങ്ങളുണ്ട്. അതല്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെയാണ് ഞാൻ കണ്ടത്. സോ ഒന്ന് ഡ്യൂറേഷൻ കുറയ്ക്കായിരുന്നു, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. 2 ഈ വാട്സാപ്പ് പറഞ്ഞ ഫോർവേഡ്, ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ഫോർവേഡൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഡിജോ ജോസ് ആൻ്റണിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷാരിസ് മുഹമ്മദാണ് റൈറ്റർ. ആൻഡ് സിനിമാറ്റോഗ്രഫി ഇസ് ഫാൻറ്റാസ്റ്റിക്. ആരാണ് ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രാഫി? സുദീപ് എലമോൻ. ശ്രീജിത്ത് സരംഗാണ് എഡിറ്റിംഗ്. ജെക്സ് ബിജോയ് BGM വാസ് ഫാൻറ്റാസ്റ്റിക്. ഒന്നും പറയാല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റ് ജെക്സ് ബിജോയ് അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഈ ചില സീനുകളിൽ പുള്ളി ഇടുന്ന ചില ഐറ്റംസ് ഉണ്ട്, പൊളിയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പറഞ്ഞ ഒരു 6 അടി പൊക്കമുള്ള ഒരു ചേട്ടോട് വേറെ ലെവൽ, അങ്ങേര് പോളി ചാടിക്ക് പുള്ളിയുടെ അഭിനയം വേറെ ലെവലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതാണ് ആ ത്രൂ ഔട്ട് ആ സാധനത്തിൽ ചില മൂമെൻറ്റ്സ് നൈസാണ്, ചില പുള്ളി പറയുന്ന കാര്യങ്ങൾ. അതാണ് ഇതിന് മുന്നേ ആ ഫുൾ പടത്തിൽ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലോ ഇല്ല. ദർ ആർ സർട്ടൻ മൂമെൻറ്റ്സ് വിച്ച് ഇസ് നൈസ്, ബട്ട് ഓൾ ടുഗെദർ ഇറ്റ്സ് നോട്ട് വെരി, എന്താ പറയുക, എനിക്ക് ഞാൻ ഇങ്ങനെ വെറുതെ ചുമ്മാ കാണാമെന്നല്ലാതെ നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ദിസ് ഇസ് സ്ട്രിക്ട്ലി വെരി പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ എനിക്ക് വേറെ ഒന്നും മനസ്സിലാത്ത, നമുക്ക് ഇന്ത്യക്കാർക്ക് വളരെ പാടാണ് അങ്ങോട്ട് പോകാൻ. ആ സ്ഥലത്തോട്ട് നിവിൻ എത്ര പെട്ടെന്ന് അവിടെ എത്തി, അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്തി എന്നൊക്കെ ഉള്ളൊരു ചോദ്യം എനിക്കുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയില്ല ആ സിനിമയിൽ. അങ്ങനെ കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങളും ഒരു പടം അവിടെ ചുമ്മാ ഇരുന്ന് കാണാം, ചുമ്മാ കുഴപ്പമില്ലാതെ ഇരുന്ന് കാണാമെന്നല്ലാതെ. ഈശ്വര, ദുബൈയിൽ മഴയെ അടുത്ത മഴ വരാൻ പോകണമെന്നാണ് പറയണത്. ദൈവത്തിന് എന്തിനോ ആവുമോ എന്തോ. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയുക. ഞാൻ പറയാം, നിവിൻ പിന്നെ അഭിനയിച്ചിരിക്കുന്ന നിവിനാണെങ്കിലും ഇതിൽ പെർഫോം ചെയ്ത എല്ലാവരും നന്നായിട്ട് തന്നെ അവരുടെ ജോലി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വര ഈ സിനിമയിൽ എന്തിനാണ് അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷീ വാസ് ദെയർ ഫോർ 4 സീൻ 4 സീൻ 5 സീൻ, ദാറ്റ്സ് ഇറ്റ്. മറ്റവരെ ലവ് സ്റ്റോറി എന്തായിരുന്നു? അത് പുള്ളിക്കാരൻ്റെ ഒരു അനിയത്തിയുടെ ലവ് സ്റ്റോറി ഉണ്ട്, അതെന്തായിരുന്നു? അവൻ കാരണം പുള്ളിക്കാരിക്ക് ഒരു കോവിഡൊക്കെ കിട്ടുന്നുണ്ട്. അതൊന്നുമില്ല. അങ്ങനെ കുറേ ക്ലാരിറ്റി ഇല്ലായ്മ, കുറേ ലിങ്ക് ഓഫ് ദ ലിങ്ക് ഇസ് ദ ലിങ്ക്. സോ എനിവേസ് എനിക്കൊരു ആവറേജ് അനുഭവമാണ്.
പക്ഷേ ഞാൻ പറയില്ല ഇത് ദിസ് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആവാതെ നിങ്ങൾ ചിലപ്പം ഭയങ്കരമായിട്ട് സിനിമ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാവും. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. എന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറയുക, താഴെ വന്ന അഭിപ്രായം പറയുക. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. മലയാളി ഫ്രം ഇന്ത്യ നാളെ മറ്റന്നാൾ നടികർ. നാളെ മാരത്തോൺ ഇംഗ്ലീഷ് പടമാണ് കേട്ടോ. മങ്കി മാൻ, പിന്നെ മറ്റേ ഹെൻറി കാവലിൻ്റെ ഒക്കെ ഇത് ഗായ് റിച്ചി പടം, പിന്നെ ഫോൾ ഗൈ. ഈ 3 പടം നാളെ ഇരുന്ന് കുത്തിയിരുന്ന് കാണും. 3 ഇംഗ്ലീഷ് പടം ബാക്ക് ടു ബാക്ക്. ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണോ 3 വീഡിയോ ആയിട്ട് ചെയ്യണോ? ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. ബൈ.